ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് രാജ്യാന്തര ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ രാജ്യാന്തര ചലച്ചിത്രമേള കഴിഞ്ഞിട്ടില്ല. ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിച്ചു വയ്ക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അപ്പൊ എന്തായാലും ഇതുവരെ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. രാജ്യാന്തര ചലച്ചിത്രമേള 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കം. അപ്പോ എത്രാമതാണ്? 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കാണ് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. വിവിധ വിഭാഗങ്ങളിൽ നിന്ന് 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകളാണ് മേളയുടെ ഭാഗമാകുന്നത്. അപ്പോൾ എത്രയാണ്? 68 രാജ്യങ്ങളിൽ നിന്ന് എത്ര സിനിമകളാണ്? 177 സിനിമകളാണ്. ഈ നമ്പറൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. 68 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. അതിൽ 177 സിനിമകൾ, 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകൾ മേളയുടെ ഭാഗമാകുന്നുണ്ട്. മത്സര വിഭാഗത്തിൽ 14 സിനിമകളുണ്ട്. അപ്പൊ ഈ 177 സിനിമകളും മത്സര വിഭാഗത്തിലുണ്ടോ? ഈ 177 സിനിമകളും മത്സരിക്കുന്നില്ല. അവർ വെറുതെ പ്രദർശിപ്പിക്കുകയാണ് അവരുടെ രാജ്യത്തെ സിനിമകൾ. നമ്മൾ അറിയുന്നതിന് വേണ്ടി അതൊക്കെ വെറുതെ പ്രദർശിപ്പിക്കുകയാണല്ലേ. മത്സര വിഭാഗത്തിൽ എത്ര സിനിമകളാണുള്ളത്? 14 14 സിനിമകളാണ് മത്സര വിഭാഗത്തിലുള്ളത്. ഓർക്കുക, മത്സര വിഭാഗത്തിലുള്ള സിനിമകളുടെ എണ്ണം ചോദിച്ചാൽ അത് എത്രയാണ്? 14 14 സിനിമകളാണ് മത്സര വിഭാഗത്തിലുള്ളത്. വിഖ്യാത ബ്രസീലിയൻ ഡയറക്ടർ വാൾട്ടർ സാലക് സംവിധാനം ചെയ്ത പോർച്ചുഗീസ് ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ ആണ് ഉദ്ഘാടന ചിത്രം. അപ്പോ ഏതാണ് ഉദ്ഘാടന ചിത്രം? ഐ ആം സ്റ്റിൽ ഹിയർ ആണ് ഉദ്ഘാടന ചിത്രം. ഇതൊരു പോർച്ചുഗീസ് ചിത്രമാണ്. ഐ ആം സ്റ്റിൽ ഹിയർ ഒരു പോർച്ചുഗീസ് ചിത്രമാണ്. ഇത് സംവിധാനം ചെയ്തത് ബ്രസീലിയൻ ഡയറക്ടറായ വാൾട്ടർ സാലസ് ആണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. വാൾട്ടർ സാലസ് ഒരു ബ്രസീലിയൻ ഡയറക്ടറാണ്. ഐ ആം സ്റ്റിൽ ഹിയർ ഒരു പോർച്ചുഗീസ് ചിത്രമാണ്. ഇതായിരുന്നു ഉദ്ഘാടന ചിത്രം. നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് അധ്യക്ഷത വഹിച്ചത്. ആരാണ്? സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാനാണ്. ഉദ്ഘാടനം നമ്മുടെ പിണറായി വിജയൻ തന്നെയായിരുന്നു. അധ്യക്ഷത വഹിച്ചത് സജി ചെറിയാനാണ്. നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ സജി ചെറിയാനായിരുന്നു അധ്യക്ഷത വഹിച്ചത്. വിശിഷ്ട അതിഥിയായിട്ട് കൊണ്ടുവന്നത് ആരെയായിരുന്നു? സിനിമാ മേഖലയിൽ 50 വർഷം പൂർത്തിയാക്കിയ പ്രശസ്ത സിനിമാ നടിയായ ഷബാന ആസ്മി. ആരാണ്? ഷബാന ആസ്മി ആയിരുന്നു വിശിഷ്ട അതിഥിയായിരുന്നത്. സിനിമാ മേഖലയിൽ 50 വർഷം പൂർത്തിയാക്കിയ നടി ഷബാന ആസ്മി. ആരാണ്? ഷബാന ആസ്മിയാണ് വിശിഷ്ട അതിഥി. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര പുരസ്കാരത്തിന്റെ വിശിഷ്ട അതിഥി ആരാണ്? ഷബാന ആസ്മി. ചലച്ചിത്ര മേഖലയിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ 50 വർഷം പൂർത്തിയാക്കിയ നടി ഷബാന ആസ്മി ആയിരുന്നു വിശിഷ്ട അതിഥി. ഫുൾ ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായിക ആൻ ഹുയി ആണ്. ആരാണ്? ആൻ ഹുയിക്കാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത്. ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായികയാണ് ആൻ ഹുയി. കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ ജേതാവായ സംവിധായിക പായൽ കപാഡിയയ്ക്കാണ് 29ാം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിച്ചത്. എന്ത് അവാർഡാണ്? സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? പായൽ കപാഡിയയ്ക്കാണ്. 29ാം കേരള രാജ്യാന്തര ചലച്ചിത്ര പുരസ്കാര മേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത്. സാമൂഹിക അനീതികൾക്കെതിരെ സിനിമയെ ആയുധമാക്കി പോരാടുന്നവർക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഏത്? സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം. അപ്പൊ എന്തിനാണ് സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നൽകുന്നത് എന്ന് ചോദിച്ചാൽ, സാമൂഹിക അനീതികൾക്കെതിരെ സിനിമയെ ആയുധമാക്കി പോരാടുന്നവർക്കാണ് എന്ത് നൽകുന്നത്? സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നൽകുന്നത്. അത് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? പായൽ കപാഡിയയ്ക്കാണ്. ആർക്കാണ്? പായൽ കപാഡിയ. പായൽ രചനയും സംവിധാനവും നിർവഹിച്ച ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് മേളയിൽ പ്രദർശന ചിത്രം കൂടിയാണ്. അപ്പോൾ ഓൾ വി ഇമാജിൻ ഈസ് ലൈറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമയാണ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഈ മേളയിൽ ഒരു പ്രദർശന ചിത്രം കൂടിയാണ്. ഇതിന്റെ സംവിധായകയാണ് പായൽ കപാഡിയ എന്നുകൂടി ഓർക്കുക.
അപ്പോൾ അത്രയുമാണ് രാജ്യാന്തര ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പറയാനുള്ളത്. ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം. അപ്പോൾ മറ്റൊരു ചലച്ചിത്ര പുരസ്കാരമാണ് എന്ത്? ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം. എന്താണെന്ന് നോക്കാം. 13ാം ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം എത്രാമത്തെയാണ്? 13ാമത്തേതാണ്. 13ാം ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ചിത്രമാണ് കുംഭയ സ്റ്റോറി. എന്താണ്? കുംഭയ സ്റ്റോറി. കുംഭയ സ്റ്റോറിക്കാണ് 13ാമത് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. നിവേദിത ബാനർജിയാണ് കുംഭയ സ്റ്റോറിയുടെ സംവിധായിക. അപ്പൊ കുംഭയ സ്റ്റോറിയുടെ സംവിധായിക ആരാണ്? നിവേദിത ബാനർജി. നിവേദിത ബാനർജിയാണ് കുംഭയ സ്റ്റോറിയുടെ സംവിധായിക. ഓർക്കുക, നമ്മുടെ രാജ്യാന്തര ചലച്ചിത്രമേളയൊക്കെ നടക്കുന്നുണ്ട്. അതും ഇതും തമ്മിൽ തിരിഞ്ഞു പോകരുത്. കുംഭത്തിലാണ് ഗ്ലോബ് കയറ്റി വെച്ചിരിക്കുന്നത്. ഓർക്കുക, കുംഭത്തിലാണ് ഗ്ലോബ് കയറ്റി വെച്ചിരിക്കുന്നത്. അത് രാജ്യാന്തരമല്ല, കുംഭത്തിൽ ഗ്ലോബ് കയറ്റി വെച്ചിരിക്കുകയാണ്. കുംഭയ സ്റ്റോറിക്ക് ലഭിച്ചത് 13ാം ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരമാണ്. കുംഭത്തിനകത്ത് നമ്മുടെ ഗ്ലോബ് ഇറക്കി വെച്ചേക്കാണ്. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. കാര്യം ഇപ്പം നിങ്ങൾക്ക് ഓർമ്മ കാണും. പിന്നീട് ഇത് ക്വസ്റ്റ്യൻ വരുമ്പോൾ കുംഭയ സ്റ്റോറിയും നമ്മൾ IFFK ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുക. കുംഭത്തിനകത്ത് ഗ്ലോബ് ഇറക്കി വെച്ചിരിക്കുകയാണ്. 13ാം ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരമാണ് ഏത് സിനിമയ്ക്ക് ലഭിച്ചത്? കുംഭയ സ്റ്റോറിക്ക് ലഭിച്ചത്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് നിവേദിത ബാനർജിയാണ്. ആരാണ്? നിവേദിത ബാനർജി. ട്രാൻസ്ഫോമിംഗ് സൊസൈറ്റി ഷോർട്ട് ഫിലിം വിഭാഗത്തിലാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഏതാണ് പുരസ്കാര വിഭാഗം? ട്രാൻസ്ഫോമിംഗ് സൊസൈറ്റി ഷോർട്ട് ഫിലിം. ട്രാൻസ്ഫോമിംഗ് സൊസൈറ്റി ഷോർട്ട് ഫിലിം വിഭാഗത്തിലാണ് കുംഭയ സ്റ്റോറിക്ക് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ എന്താണ് കുംഭയ? എന്താണ് കുംഭയ എന്ന് നോക്കാം. 1994 മധ്യപ്രദേശിലെ എവിടെയാണ്? മധ്യപ്രദേശിലെ നിംഖേഡയിൽ 12 സ്ത്രീകളിലൂടെ തുടങ്ങിയ ഒരു തുന്നൽ സംരംഭമാണ് കുംഭയ. എന്താണ്? ഒരു തുന്നൽ സംരംഭമാണ് കുംഭയ. ഓർക്കുക, കുംഭയ എന്ന് പറയുന്നത് ഒരു തുന്നൽ സംരംഭമാണ്. മധ്യപ്രദേശിലെ നിംഖേഡയിൽ 12 സ്ത്രീകൾ ചേർന്ന് 1994 ആരംഭിച്ച ഒരു തുന്നൽ സംരംഭമാണ് കുംഭയ. സ്ത്രീകളെ വളർത്താനും സമൂഹത്തിൽ പ്രാപ്തിയുള്ളവരായി ഉയർത്താനും സഹായിച്ച കൂട്ടായ്മയുടെ കഥയാണ് ചിത്രം പറയുന്നത്. അപ്പൊ ഈ കുംഭയ സ്റ്റോറി പറയുന്നത് ഈ തുന്നൽ സംരംഭകരായ ഈ സ്ത്രീകളുടെ അവരുടെ വളർച്ചയും സമൂഹത്തിൽ അവരെത്തിച്ചേർന്നിട്ടുള്ള ഉയർച്ചകളും അതിന് സഹായിച്ച ഈ കൂട്ടായ്മയുടെ കഥയാണ് കുംഭയ സ്റ്റോറിയിൽ പറയുന്നത്. ഇന്നത് വലിയ ഒരു വസ്തു വ്യാപാര സ്ഥാപനമായിട്ട് മാറിയിരിക്കുകയാണ്. തുന്നൽ മെഷീനിലൂടെ സ്ത്രീകൾ നെയ്തെടുത്ത ജീവിതത്തിന്റെയും ഐക്യത്തിന്റെയും കാഴ്ചയാണ് ഈ ചിത്രം. ഇപ്പൊ എന്താണ്? ചെറിയൊരു തുന്നൽ മെഷീനിലൂടെ, നമുക്കറിയാം നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ അവരുടെ ചെറിയ ചെറിയ വരുമാനങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്ക്കുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു തുന്നൽ മെഷീൻ കൊണ്ടൊരു വിപ്ലവം തന്നെ നേടിയെടുത്തതാണ് നമ്മുടെ ഈ കുംഭയ സ്റ്റോറി എന്ന് പറയുന്നത്. തുന്നൽ മെഷീനിലൂടെ സ്ത്രീകൾ നെയ്തെടുത്ത ജീവിതത്തിന്റെയും ഐക്യത്തിന്റെയും കാഴ്ചയാണ് കുംഭയ സ്റ്റോറി പറയുന്നത്. അപ്പോൾ വളരെ നല്ല ഒരു സ്റ്റോറി തന്നെ ആയിരിക്കണം അത്. കുംഭയ സ്റ്റോറി എല്ലാവരും ഓർത്തിരിക്കുക. 13ാമത് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി പുരസ്കാരം ലഭിച്ച സിനിമയാണ് കുംഭയ സ്റ്റോറി. അരുണാചൽ പ്രദേശിലെ ഗോബുക് ഗ്രാമം വിനോദസഞ്ചാര മേഖലയിൽ മുന്നോട്ട് വയ്ക്കുന്ന സുസ്ഥിര വികസന മാതൃക ചിത്രീകരിക്കുന്ന ഗോബുക് ഹാർമണി ഇൻ ദ ഹൈലാൻഡ്. എന്താണ്? ഗോബുക് ഹാർമണി ഇൻ ദ ഹൈലാൻഡ് യുവ സംവിധായകരുടെ വിഭാഗത്തിലും കിരൺ റാവുവിന്റെ ലപ്പാത്ത ലേഡീസ് ഫൗണ്ടേഴ്സ് പുരസ്കാരത്തിനുമുള്ള ചുരുക്കപ്പട്ടിയിൽ ഇടം നേടിയിരുന്നു. അപ്പൊ ഇതുകൂടെ ഒന്ന് ഓർക്കുക. ഗോബുക് ഹാർമണി ഇൻ ദ ഹൈലാൻഡ് ഇതെന്താണ്? അരുണാചൽ പ്രദേശിലെ ഗോബുക് ഗ്രാമം. അപ്പൊ ഗോബുക് ഗ്രാമം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിലെ ഗോബുക് ഗ്രാമം വിനോദസഞ്ചാര മേഖലയിൽ മുന്നോട്ട് വയ്ക്കുന്ന സുസ്ഥിര വികസന മാതൃക ചിത്രീകരിക്കുന്ന സിനിമയാണ് ഗോബുക് ഹാർമണി ഇൻ ദ ഹൈലാൻഡ്. ലോക കേരളം പോർട്ടൽ പ്രവാസികൾക്ക് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഏകജാലക പരിഹാരമായി ലോക കേരളം ഓൺലൈൻ പോർട്ടൽ മാറുന്നു. അപ്പൊ എന്താണ്? പ്രവാസികൾക്ക് സർക്കാർ സേവനം ലഭ്യമാക്കുന്ന ഒരു ഏകജാലക പരിഹാരമായി മാറുകയാണ് ലോക കേരളം പോർട്ടൽ. എന്തൊക്കെയാണ് സേവനങ്ങൾ? പാസ്പോർട്ട് വെരിഫിക്കേഷൻ,
പൗരസേവനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും പോർട്ടലിലൂടെ ലഭ്യമാകുന്നു. അപ്പോൾ ഈ പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പാസ്പോർട്ട് വെരിഫിക്കേഷൻ തന്നെയാണ്. പിന്നെന്താണ്? അവരുടെ പൗരസേവനങ്ങൾ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട സേവനങ്ങളെല്ലാം ലോക കേരളം പോർട്ടലിലൂടെ ലഭിക്കും. കൂടാതെ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യും. എന്താണ്? അറ്റസ്റ്റേഷൻ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യും. ഏത്? ലോക കേരളം പോർട്ടൽ. ഏതാണ്? ലോക കേരളം പോർട്ടൽ. അടുത്ത് നമുക്ക് മറ്റു ചില ആനുകാലിക വാർത്തകളിലേക്ക് കടക്കാം. ചൈന പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ റോബോട്ട് ഏത്? ചൈന പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ റോബോട്ടാണ് സ്റ്റാർ 1. ഏതാണ്? സ്റ്റാർ 1. അപ്പൊ സ്റ്റാർ 1 ലോകത്തിലെ ഏറ്റവും വേഗമേറിയ റോബോട്ടായ സ്റ്റാർ 1 പുറത്തിറക്കിയ രാജ്യം ഏത് എന്ന് ചോദ്യം വരാം. ഏതാണ്? ചൈനയാണ്. ചൈന പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ റോബോട്ടാണ് സ്റ്റാർ 1. മറ്റൊരു ഗ്രഹത്തിൽ താമസിക്കുന്നതിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി ISRO ഇന്ത്യയിലെ ആദ്യ അനലോഗ് ബഹിരാകാശ ദൗത്യത്തിന് ലഡാക്കിലെ ലേയിൽ തുടക്കം കുറിച്ചു. ആ പേടകത്തിന്റെ പേര് എന്താണ്? എന്താണത്? ഹാബ് 1. എന്താണ്? ഹാബ് 1 ആണ് നമ്മുടെ ആദ്യത്തെ അനലോഗ് ബഹിരാകാശ ദൗത്യം. ഇന്ത്യയിലെ ആദ്യ അനലോഗ് ബഹിരാകാശ ദൗത്യമാണ് ഹാബ് 1. ഇത് തുടക്കം കുറിച്ചിരിക്കുന്നത് ലഡാക്കിലെ ലേയിലാണ്. അപ്പോൾ എന്താണ് അനലോഗ് ബഹിരാകാശ ദൗത്യം എന്ന് പറയുന്നത്? മറ്റൊരു ഗ്രഹത്തിൽ താമസിക്കുന്നതിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനുള്ള ഒരു ദൗത്യമാണ് അനലോഗ് ബഹിരാകാശ ദൗത്യം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ അനലോഗ് ബഹിരാകാശ ദൗത്യത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ലഡാക്കിലെ ലേ ആണ്. ആ പേടകത്തിന്റെ പേരാണ് ഹാബ് 1. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിറ്റി കം ലേണിംഗ് സെന്റർ സ്ഥാപിച്ച നഗരമേത്? എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിറ്റി കം ലേണിംഗ് സെന്റർ സ്ഥാപിച്ച നഗരം ഗോരഖ്പൂർ ആണ്. UPയിലെ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിറ്റി കം ലേണിംഗ് സെന്റർ സ്ഥാപിച്ചത്. 18ാം വയസ്സിൽ വാണിജ്യ ലൈസൻസ് നേടിയ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റ്. എന്താണ്? 18ാം വയസ്സിൽ വാണിജ്യ ലൈസൻസ് നേടിയ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റ് ആണ് സമൈറ. ആരാണ്? സമൈറ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റ് ലൈസൻസ് ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റാണ് സമൈറ. അടുത്ത നമ്മുടെ ആരാണ് എന്താണ് സെഗ്മെന്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു കൃഷി രീതിയെ പറ്റിയാണ് പറഞ്ഞത്. ഏതായിരുന്നു അത്? വാണിജ്യവിള കൃഷി രീതിയെ പറ്റിയുള്ള പോയിന്റ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായി കണക്ട് ചെയ്ത് ഡീറ്റെയിൽ ഫാക്ടറുമായി ബന്ധപ്പെട്ടതാണ്. അതായത് നമ്മുടെ കഴിഞ്ഞ SIയിൽ ചോദിച്ച ഒരു ചോദ്യം, ഒരു ചേരുംപടിയൊക്കെ ചേർക്കാനായിട്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ ഫാക്ട് എന്ന രീതിയിലാണ് ഇന്നൊരു ചോദ്യം ഇട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ച ഗവർണർ ജനറൽ. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ച ഗവർണർ ജനറലാണ് ഇദ്ദേഹം. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചു. നമ്മുടെ ടിപ്പു സുൽത്താനുമൊത്ത് 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വ്യക്തിയാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കി. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ആരാണെന്ന് എല്ലാവരും പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.